ഇതിനെ കാൽ കീഴിലാക്കി ചവിട്ടി കയറി പോകാം. മഹാശൂന്യതയിലേക്ക് വലിച്ചെറിഞ്ഞ് മറ്റൊരു പ്രപഞ്ചം സൃഷ്ടിക്കാം. എന്നിട്ട് ലോകം എന്ന ഏക ഛത്രാധിപതിയായി സർവസുഖങ്ങളോടെ ജീവിക്കാം. എങ്ങനെ അമ്മാവ? അലാവുദ്ദീന്റെ അത്ഭുത വിളക്ക്. അലാവുദ്ദീന്റെ അത്ഭുത വിളക്കോ? ആരെ ഈ അലാവുദ്ദീൻ? കടൽ കടന്ന് ചെന്നാലെത്തുന്ന മണൽ നഗരത്തിൽ എത്രയോ കാലം മുമ്പ് ജീവിച്ചിരുന്ന ഒരു താന്തോന്നി. കാലച്ചെറുപ്പത്തിലെ പാപ്പ നഷ്ടപ്പെട്ടു. ദരിദ്രയായ നെയ്ത്തുകാരിയുടെ ഒറ്റ മകൻ. അലസനായി വളർന്ന അലാവുദ്ദീൻ അറബി നാട്ടിലെ കൊട്ടാരത്തേക്കാൾ വലിയ മാളികയുടെ ഉടമസ്ഥനായി. പേർഷ്യയിലെ മുന്തിയ വസ്ത്രങ്ങൾ ധരിച്ചു. പൊൻതളികയിൽ ഉണ്ടു. ഒരു രാജകുമാരിയെ പരിണയിച്ചു. അതെങ്ങനെ അമ്മാവ? അത്ഭുത വിളക്കിന്റെ മഹിമ. മഹാഭാഗ്യമായി വന്നു ചേർന്നതാണ് അലാവുദ്ദീന്റെ കയ്യിലെ വിളക്ക്. വിളക്കിന്റെ നാഥനായി ഒരു ഭൂതം. വിളക്ക് കൈവശം വയ്ക്കുന്നവന് ഭൂതമൊരടിമ. ആവശ്യപ്പെടുന്നത് എന്തും അരക്ഷണം കൊണ്ട് നിറവേറ്റി കൊടുക്കാൻ കഴിവുണ്ട് ഈ ഭൂതത്തിന്. ഭൂതത്തിനോട് ആജ്ഞാപിച്ച് ആഗ്രഹിച്ചതൊക്കെയും അലാവുദ്ദീൻ നേടി. അതിസുന്ദരിയായ രാജകുമാരിയെ പോലും. വർഷങ്ങൾക്ക് ശേഷം അലാവുദ്ദീനും പത്നിയും അവർ ആഗ്രഹിച്ചതുപോലെ ഒരേ ദിവസം ഒരുമിച്ച് മരിച്ചു. യജമാനൻ നഷ്ടപ്പെട്ട ഭൂതം അവരുടെ കബറിടത്തിനരികിൽ നിന്നും നിറകണ്ണോടെ യാത്രയായി. എങ്ങോട്ട്? സമുദ്രത്തിലേക്ക്. സമുദ്രമധ്യത്തിൽ ഒരു കൊട്ടാരം സൃഷ്ടിച്ച് ഭൂതം ഇപ്പോഴും കാത്തു നിൽക്കുന്നു അടുത്ത യജമാനന്റെ വരവിനായി. ആരാണ് ഭൂതത്തിന്റെ അടുത്ത യജമാനൻ? അലാവുദ്ദീന്റെ വംശപരമ്പരയിൽപ്പെട്ട ആരോ ഒരാൾ ഈ നാട്ടിൽ എവിടെയോ ജീവിക്കുന്നു. ലൈല രാജകുമാരിയുടെ വംശത്തിലെ ഒരു പെണ്ണും. രണ്ടുപേരും ഒരുമിച്ച് സമുദ്രമധ്യത്തിലെ കൊട്ടാരത്തിൽ ചെന്ന് വിളക്കെടുത്താൽ പിന്നെ ഭൂതം അവരുടെ അടിമ. അവർക്കല്ലാതെ മറ്റാർക്കും ആ വിളക്കെടുക്കാൻ കഴിയുകയുമില്ല.